കഴിഞ്ഞ ജാനുവരിയിൽ ഇന്ത്യയും സൗദി അറേബ്യയും ഒപ്പുവെച്ച് ഗാർഹിക തൊഴിൽ കരാർ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഇന്ത്യൻ പ്രതിനിധി സംഘം റിയാദിലെത്തി. ഇന്ത്യൻ സംഘം സൗദി തൊഴിൽക്കാര്യ സഹമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ ഫുഹൈദുമായി പ്രാഥമിക ചർച്ച നടത്തി. വിശദാംശങ്ങൾ നൽകാൻ റിയാദിൽ നിന്ന് നസറുദ്ദീൻ വിജയ് ചേരുന്നു. നസറുദ്ദീൻ, വിവരങ്ങൾ എന്താണ്? ഷെമിൻ, ഇന്ത്യയും സൗദി അറേബ്യയും ഒപ്പുവെച്ച ഗാർഹിക തൊഴിൽ കരാർ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനാണ് ഇന്ത്യൻ പ്രതിനിധി സംഘം റിയാദിൽ എത്തിയിരിക്കുന്നത്. ഗാർഹിക തൊഴിലാളികളുടെ ഡ്യൂട്ടി സമയം, വാരാന്ത്യ അവധി, സേവന വേതന വ്യവസ്ഥകൾ, തൊഴിൽ സാഹചര്യം, റിക്രൂട്ട്മെന്റ് നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ച് പ്രൊട്ടക്ടർ ജനറൽ ഓഫ് എമിഗ്രൻസ് ആർ ബുർഹിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം സൗദി തൊഴിൽ സഹമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ ഫുഹൈദുമായി നടത്തിയ ചർച്ച ഇന്നലെയും ഇന്നുമായി തൊഴിൽ മന്ത്രാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ജനുവരിയിൽ ഗാർഹിക തൊഴിൽ കരാർ ഒപ്പിട്ടതിന് ശേഷമുള്ള പ്രഥമ ജോയിന്റ് കമ്മിറ്റി മീറ്റിംഗ് ആണ് നടക്കുന്നതെന്ന് ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സിബി ജോർജ് പറഞ്ഞു. തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിർദ്ദേശങ്ങളാണ് സംഘം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മാസത്തിനകം ഗാർഹിക കരാർ പ്രാബല്യത്തിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ സൗദിയിലുള്ള 6 ലക്ഷം ഇന്ത്യൻ ഗാർഹിക തൊഴിലാളികൾക്കും ഭാവിയിൽ ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരുന്ന തൊഴിലാളികൾക്കും ഇത് ഗുണകരമാവും. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് 1ാം ഘട്ട ചർച്ച അവസാനിച്ചത്. ഇന്ന് വൈകിയും ചർച്ച തുടരുകയാണ്. ഷെമി. നസറുദ്ദീൻ വിജയ്, റിയാദിൽ നിന്നും.